നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടോ, ഞാൻ തന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അമിതമായി കിടന്നുറങ്ങിയ അത് ആരോഗ്യത്തിനെ ബാധിക്കും. എന്നെ കണ്ടോ, രാവിലെ എഴുന്നേറ്റ് പോയി ജോഗിംഗ് ഒക്കെ ചെയ്ത് വന്ന് നല്ല സ്മാർട്ടായിട്ടിരിക്കുന്ന ഇന്നത്തെ ദിവസം മുഴുവൻ ഈ എനർജി ഇങ്ങനെ തന്നെ നിൽക്കും. മനസ്സിന് നല്ല ഹെൽത്തി ചിന്തകളുണ്ടാവും. അല്ലാതെ കിടന്നുറങ്ങിയാലേ ഈ സൗന്ദര്യമൊക്കെ അങ്ങ് പോവും. അതുകൊണ്ട് എഴുന്നേറ്റ് എന്നെ പോലെ എക്സസൈസും ജോഗിംഗ് ഒക്കെ അങ്ങ് ചെയ്യും. ഞാൻ നോക്കാം. രാവിലെ ജോഗിങ്ങിന് പോകുന്നത് എന്ത് സുഖാന്നറിയോ? എന്തെല്ലാം നല്ല കാഴ്ചകൾ കാണാം. എന്നും പിന്നെ നല്ല നല്ല തരുണീ മണികളെ കാണാം. ഇന്ന് എന്നെ എത്ര അതിസുന്ദരികളായ പെൺകുട്ടികളാ എന്റെ കൂടെ നടക്കാൻ മത്സരിച്ചത്. മതി മതി സാർ, നിർത്തിയേ. അതിസുന്ദരികളായ പെൺകുട്ടികളോ? അതൊന്നും വേണ്ട. പെണ്ണായിട്ട് സാറിന് ഞാൻ മാത്രം മതി. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ജോഗിങ്ങിന് പോകുമ്പോ എന്നെയും കൂടെ വിളിക്കണം. ഞാനും കൂടെ വരാം. എനിക്കും ജോഗിങ് ചെയ്യണം. ഇതെന്തിനാ ഈ കളർ പൊടികൾ? റിയ, ഇതെന്താ നിന്റെ കയ്യില്? എന്തിനാ ഈ കളർ പൊടികൾ? ഇത് എവിടുന്നാ? നീ എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തെ? ഈ പൊടികൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന്? നിന്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു നാളെ രാവിലെ മുതൽ നിനക്ക് പകരം ഞാൻ ഇവിടെ കോലം വരയ്ക്കണമെന്ന്. അതിനുവേണ്ടിയാ ഞാൻ ഈ പൊടികൾ കൊണ്ടുവന്നേ. കോലം വരയ്ക്കാനാണ് നീ ഇത് കൊണ്ടുവന്നത് അല്ലേ? അതെ, കോലം വരയ്ക്കാൻ തന്നെയാ ഞാൻ ഇത് കൊണ്ടുവന്നേ. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിന് സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഇല്ലെങ്കിലോ? അത് നീ പറഞ്ഞിട്ട് പോയാ മതി. എന്താ നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? നീ കരുതുന്ന ആളല്ല റിയ. എന്നോട് ഉടക്കാൻ വരരുത്. ഈ കളർ പൊടികൾ എന്താണെന്ന് നിനക്ക് അറിയണോ അല്ലേ? പറയാം. ഇത് സാധാരണ കളർ പൊടികളൊന്നും അല്ല. അതീവ ശക്തിയുള്ള മാന്ത്രിക പൊടികളാ. മാന്ത്രിക പൊടികളോ? ഇതെന്തിനാ നീ വീടിനകത്ത് കയറ്റിയത്? ഈ വീടുമായി ബന്ധമുള്ള അമാനുഷിക ശക്തികളെ കണ്ടുപിടിക്കാൻ. നിന്റെ അമ്മായിയമ്മയുടെ ആത്മാവ് ഇവിടെ കറങ്ങി നടക്കുകയാണെന്നാണല്ലോ വെപ്പ്. നീ നിന്റെ അമ്മായിയമ്മയോട് സംസാരിക്കാറുണ്ടെന്നും കേട്ടു. എന്താ അതിന്റെ സത്യാവസ്ഥ എന്ന് ഞാൻ ഇവിടെ തെളിയിക്കും. നിന്റെ അമ്മായിയമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പൊടി എറിഞ്ഞ് അവരെ ഇവിടെ വരുത്തും. ഈ പൊടി എറിഞ്ഞിട്ടും അവരിവിടെ വന്നില്ലെങ്കിൽ അങ്ങനൊരു സാധനം ഇവിടെ ഇല്ല. അതെല്ലാം നിന്റെ കെട്ടുകഥകൾ മാത്രമാ. എന്താടി, ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസാവുന്നില്ലേ? എങ്കിൽ വിശ്വാസാക്കി തരാം. നിന്റെ അമ്മായിയമ്മ ഇവിടെ ഉണ്ടോന്ന് ഇപ്പൊ തന്നെ നോക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടി നീ ഇതുപോലെ ചെയ്താ നിന്റെ കൈ ഞാൻ വലിച്ചൊടിക്കും. വിട് പാർവതി, വിട്. എന്റെ കൈ എന്നെ വിട്. വിടെന്നെ. നീ ഈ വീട്ടിലെ അതിഥി ആയതുകൊണ്ടാ നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. ഇനി മേലാൽ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്താ പിന്നെ നിന്റെ ഉറക്കം മണ്ണിനടിയിലായിരിക്കും. ഒടുക്കത്തെ ഉറക്കം. നിന്ന് മോങ്ങാതെ കേറി പൊടി പോവാൻ.
എന്താച്ചാ? മോളത് തുറന്നു നോക്ക്. ഇത് എന്താച്ചാ ഇങ്ങനൊരു ചിത്രം? ഇതെന്താ, പണം കായ്ക്കുന്ന മരോ? ഈ ചിത്രം എന്തിനാ എന്റെ കയ്യിൽ തന്നത്? മോളെ, ഇത് വെറും ചിത്രമല്ല. ഇതിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വിദ്യ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ പണം കായ്ക്കുന്ന വിദ്യ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനുള്ളില് എന്ത് രഹസ്യ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളെ, നമ്മുടെ സ്വത്തുക്കൾ ഇതുവരെ ഞാൻ എനിക്ക് കഴിയും വിധം നോക്കി നടത്തി. പാരമ്പര്യമായി കിട്ടിയ സ്വത്തിനപ്പുറം വീണ്ടും സ്വത്തുക്കൾ ഞാൻ സമ്പാദിച്ചു കൂട്ടിയെന്നല്ലാതെ അതിൽ നിന്ന് ഒരു തുണ്ടു ഭൂമിയോ ഒരു ചില്ലിക്കാശോ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോ നീയും അതെല്ലാം ഭദ്രമായി സംരക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വരും തലമുറ, അവർക്ക് ജനിക്കുന്ന കുട്ടികൾ ഇതൊക്കെ ഏതു വിധം കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അവരുടെ നോട്ടക്കുറവോ ധൂർത്തോ കാരണം ഈ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ഈ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടാലും വീണ്ടും അതിന്റെ 2 മടങ്ങായി സമ്പാദിക്കാനുള്ള മാർഗമാണ് ഇതിലുള്ളത്. ആ രഹസ്യം എന്താണെന്ന് ഈ ചിത്രത്തിലൂടെ സൂക്ഷ്മമായി സഞ്ചരിച്ചാൽ നിനക്കറിയാൻ സാധിക്കും. അച്ഛന്റെ ദീർഘവീക്ഷണം അപാരം തന്നെ. ഈ ചിത്രം ഞാൻ എനിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൈമാറും. അവരത് അവരുടെ അടുത്ത തലമുറയ്ക്ക് ഈ ചിത്രം കൈമാറാൻ ഞാൻ ആവശ്യപ്പെടും. അങ്ങനെ എന്റെ മക്കളും വരും തലമുറയും നമ്മുടെ സ്വത്തുക്കൾ സംരക്ഷിക്കും, അച്ഛന്റെ സൽപ്പേര് നിലനിർത്തും. എന്താ ഈ പടത്തിന്റെ അർത്ഥം? ഇതെന്തിനാ ദേവമ്മയുടെ ഫോട്ടോയിൽ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇതെന്തായാലും ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.